നമസ്കാരം. ഏഷ്യനെറ്റ് ന്യൂസിന്റെ പ്രിയ പ്രേക്ഷകർക്ക് ഡ്രീം ഹോമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 100 സ്വപ്നങ്ങളുടെ പൂർത്തീകരണമാണ് നമ്മുടെ ഡ്രീം ഹോം. നമ്മളെ ആകർഷിച്ച വീടുകളുടെയും നമ്മൾ പലയിടങ്ങളിലായി കണ്ട വീടുകളുടെയും ഒരു മിനിയേച്ചറാണ് നമ്മുടെ സ്വപ്ന വീട്. അങ്ങനെ നിർമ്മിച്ച ഒരു വീടിന്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമുക്ക് പോകേണ്ടത്. കാണാം നമുക്ക് ആ വീട്. ഇതാണ് ആ വീട്. തൃശ്ശൂർ കുരിയച്ചിറയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കണ്ടംപററി ശൈലിയിലാണ് ഈ വീടിന്റെ ഡിസൈൻ. അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് കോമ്പൗണ്ട് വാളിന്റെയും ഗേറ്റിന്റെയും ഡിസൈൻ. മുറ്റം മുഴുവൻ നാച്ചുറൽ സ്റ്റോണിന്റെ ടൈൽസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിനെ ഭംഗിയാക്കുവാൻ വേണ്ടി നാച്ചുറൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. മുറ്റത്തിന്റെ ഒരു കോർണർ ലോൺ ആക്കി മാറ്റിയിരിക്കുകയാണ്. വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ ആണ് ഈ വീടിന്റെ കളർ തീം. എലിവേഷനെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ക്ലാഡിംഗ് വർക്കുകളാണ്. ന്യൂ ജനറേഷന്റെ ട്രെൻഡായ കണ്ടംപററി ശൈലിയിലാണ് ഈ വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. വലിയ ബാൽക്കണികളാണ് ഈ വീടിന്റെ മറ്റൊരു ആകർഷണം. ബാൽക്കണിക്ക് മുകളിൽ പർഗോള ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത്. ഈ ലൂവേഴ്സ് ഡിസൈൻ ആണ് എലിവേഷന്റെ മറ്റൊരു ഹൈലൈറ്റ്. അപ്പർ ഫ്ലോറിലെ ബെഡ്റൂമിന്റെ ഫ്രണ്ട് സൈഡിലാണ് ഈ ഡിസൈൻ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തെ ചൂട് ഡയറക്റ്റ് അടിക്കാതെ വളരെ കൂൾ അറ്റ്മോസ്ഫിയർ ആണ് റൂമിനകത്ത് കിട്ടുന്നത്. ഇവിടെ രണ്ട് സൈഡിലും ഈ ഡിസൈൻ തന്നെയാണ് നൽകിയിരിക്കുന്നത്. നാല് ബെഡ്റൂമുകളുള്ള ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് 2950 സ്ക്വയർ ഫീറ്റിലാണ്. കണ്ടംപററി ശൈലിയിലുള്ള ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മിസ്റ്റർ ഡൊമിനിക് ആണ്. തൃശ്ശൂർ ജില്ലയിലെ കുരിയച്ചിറയിൽ 13.5 സെന്റ് സ്ഥലത്ത് 2950 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീടിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടൗണിനോട് വളരെ അടുത്ത് കിടക്കുന്ന വീടാണ്. അത്യാവശ്യം വലിപ്പമുള്ള റോഡാണ് ഇതിൻ്റെ ഫ്രണ്ടിലുള്ളത്. ഞങ്ങൾ ധാരാളം ഫാമിലി മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് വല്ല ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിൽ 3, 4, 5 കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വേണമെന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ വീട് പുറകിലേക്ക് മാക്സിമം തള്ളിയാണ് പണിതിട്ടുള്ളത്. അതുകൊണ്ട് ഫ്രണ്ടിൽ നമുക്ക് ആവശ്യത്തിന് സ്ഥലം കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ എലിവേഷൻ സാധാരണ വീടിനെ വിട്ട് ഇപ്പോൾ നമ്മൾ റെഗുലറായിട്ട് കാണുന്ന വീടുകളെ വിട്ട് ഒരു വ്യത്യസ്തത വരുത്തണമെന്ന് നമ്മൾ ആർക്കിടെക്റ്റിനോട് പറഞ്ഞിരുന്നു. ആ രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. എലിവേഷനിലെ ആ ഒരു എലിവേറ്റഡ് ഗ്ലാസ് ഡിസൈൻ വീടിനകത്തേക്ക് ഒരു നാച്ചുറൽ ലൈറ്റ് കൊണ്ടുവരാൻ കൊടുത്തിരിക്കുന്നതാണ്. കണ്ടംപററി ഡിസൈനിന്റെ ഒരു പാർട്ടാക്കി മാറ്റിയിരിക്കുകയാണ് ആ ഒരു ഡിസൈനിനെ. നീളം കൂടിയ വിൻഡോസ് ആണ് ഇവിടുത്തെ എലിവേഷനെ മനോഹരമാക്കുന്നത്. വിൻഡോസും ഡോസും എല്ലാം ഇവിടെ ടീക്ക് വുഡിലാണ് നൽകിയിരിക്കുന്നത്. ഓപ്പൺ ടെറസിനെ ഭംഗിയാക്കുന്നത് കണ്ടംപററി ശൈലിക്ക് മാച്ച് ചെയ്യുന്ന ഹാൻഡ് റെയിൽസ് ആണ്. സ്റ്റീലിന്റെയും ഗ്ലാസിന്റെയും കോമ്പിനേഷനിലാണ് ഹാൻഡ് റെയിൽസിന്റെ നിർമ്മാണം. 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടുത്തെ കാർ പോർച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിലേക്കുള്ള പാത്വേയിൽ നാച്ചുറൽ സ്റ്റോൺസിന്റെ പാളികളും പെബിൾസും നിറച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ സിറ്റ് ഔട്ടിന്റെ കാഴ്ചകൾ കാണാം. ഒരു ഓപ്പൺ രീതിയിലാണ് ഇവിടുത്തെ സിറ്റ് ഔട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മനോഹരമായ സീലിംഗ് ആണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം LED ലൈറ്റ്സും ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് റൂമിലോട്ടുള്ള എൻട്രി ഡോറാണിത്. നമുക്ക് ഈ ഡോറിലൂടെ അകത്തെ കാഴ്ചകൾ കാണാം.
സ്പേസിൽ നിന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഫോർമൽ ലിവിംഗ് സ്പേസിലോട്ടാണ്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഒരു മോഡേൺ സ്റ്റൈലിലാണ് ഇവിടുത്തെ ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീട്ടുകാരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഈ വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ക്രിയേറ്റീവ് ഇന്റീരിയറുടെ ഡിസൈനർ സോണിയ ലിജേഷ് ആണ്. ചെറിയൊരു ഫയർ സ്പേസിൽ നിന്ന് എൻട്രി ആണ് ഡ്രോയിങ് റൂമിലോട്ട് വരുന്നത്. വളരെ ചെറിയൊരു റൂമാണ്, ഗസ്റ്റിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയൊരു റൂമാണ്. ഒരു യു ഷേപ്പ് പാറ്റേണിലാണ് ഈ സോഫ ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് എഡ്ജസിൽ ഒരു വുഡൻ ട്രിംസ് കാണാൻ പറ്റും ആ സോഫയിൽ. ആ വുഡിൻ്റെ ഒരു കോംപ്ലിമെൻറ്റ് ഇഷ്ടപ്പെടുന്ന ക്ലൈൻ്റ് ആയിരുന്നു എൻ്റേത്. അപ്പോൾ എല്ലാത്തിലും ആ വുഡ് എലമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു റൂമാകുമ്പോൾ ഒത്തിരി വുഡിൻ്റെ എലമെൻറ്റ് ഒത്തിരി കുത്തി നിറച്ചാലും അവിടെ ഭംഗി കുറയും. അതുകൊണ്ട് അതിൻ്റെ സീലിംഗ് പാറ്റേൺസിലും ആ എൻട്രി ചെയ്യുന്ന ഈ ഒരു ഭാഗം വരുന്ന ആ ഒരു ബാക്ക് സൈഡിൽ നോക്കുവാണെങ്കിൽ സിമ്പിളായിട്ടുള്ള പാനലിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൊടുത്തിരിക്കുന്ന ബ്ലൈൻഡ്സ് വുഡൻ ബ്ലൈൻഡ്സ് തന്നെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിൽ, ആ ബാക്ക് സൈഡ് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിൽ വുഡൻ ബ്ലൈൻഡ്സാണ് ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ രണ്ട് ഇരുവശങ്ങളിലുമായിട്ട് ഡെക്കറേറ്റീവ് ബോർഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെൻ്റെ ഭാര്യ റോസ്മോൾ, ഹൗസ് വൈഫാണ്. ഇതെൻ്റെ മകൾ ബെസ്റ്റി ഡൊമിനിക്, ആർക്കിടെക്റ്റിന് പഠിക്കുന്നു. മകൻ ബ്ലെയർ, ബികോമിന് പഠിക്കുന്നു. ഇതെൻ്റെ ഫാദർ പോൾ, ആൾ ബാങ്കിൽ നിന്ന് റിട്ടയറായി എന്നെ ബിസിനസ്സിൽ സഹായിക്കുന്നു. ഞാൻ തൃശ്ശൂരിൽ ഒരു ഇമിറ്റേഷൻ ജ്വല്ലറി വ്യാപാരം നടത്തുന്നയാളാണ്. എൻ്റെ മകളുടെ ആർക്കിടെക്ചർ പഠനകാലത്ത് തന്നെയാണ് ഞങ്ങളുടെ ഈ വീടിൻ്റെ പണി ആരംഭിച്ചത്. ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് നല്ല സമയം നോക്കിയാണ് ഞങ്ങൾ ഈ വീടിൻ്റെ പണി ആരംഭിച്ചിട്ടുള്ളത്. ഫോർമൽ ലിവിംഗ് റൂമിന്റെ കാഴ്ചകളിൽ നിന്ന് നമുക്കിനി പോവേണ്ടത് സെൻട്രൽ ഹാളിലെ കാഴ്ചകളിലേക്കാണ്. ഈ ഒരു പാസേജിലാണ് ഇവിടുത്തെ പ്രെയർ സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു പാർട്ടീഷൻ വാൾ, ഗ്ലാസ് പാർട്ടീഷനാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴെ മിഡിൽ ഒരു ബിബ്ലിക്കൽ വേർഡിങ്സ് ഒക്കെ കൊടുത്താണ് അത് ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ ഒരു 3 ടെറാറിയം, ഒരു നാച്ചുറൽ ഗാർഡൻ ഇൻറ്റീരിയറിൽ കൊണ്ടുവരുന്ന രീതിയിൽ ഒരു 3 ടെറാറിയം അവിടെ സ്പോട്ട്ലൈറ്റ് ഒക്കെ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് കട്ടൗട്ട് ചെയ്തിരിക്കുന്ന ആ ബ്രാഞ്ച് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഗ്ലാസ്സിലെ ഹാൻഡ് പെയിൻറ്റിങ് വർക്കാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. വീടിൻ്റെ കൺസ്ട്രക്ഷൻ ഏകദേശം 70% കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇൻറ്റീരിയറിനെ കുറിച്ച് ആലോചിച്ചത്. അതിന് ഇൻറ്റീരിയർ ചെയ്യാനായിട്ട് ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ പ്രമുഖ ഇൻറ്റീരിയർ ഡിസൈനറായ കൊടകരയിലുള്ള ക്രിയേറ്റീവ് ഇൻറ്റീരിയർ ചെയ്യുന്ന സോണിയ മാഡത്തിനെ സമീപിച്ചു. അതിനുശേഷം ഞങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ ഇൻറ്റീരിയർ ചെയ്യാനായിട്ട് മാഡത്തിനോട് പറയുകയും അവർ നല്ലൊരു ഡിസൈൻ, അധികം കോസ്റ്റ് ഇല്ലാത്ത നല്ലൊരു ഡിസൈൻ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. ഇതിൽ വുഡിൻ്റെ എലമെൻറ്റ് ധാരാളം വേണമെന്ന് ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടിരുന്നു. സ്പേഷ്യസ് ആയിട്ടാണ് ഈ സെൻട്രൽ ഹാളിന്റെ ഡിസൈൻ. ഈ ഒരു സ്പേസിൽ ഇരിക്കാനായി 2 ചെയറും ഒരു ബെഞ്ചും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹാളിൽ തന്നെയാണ് മുകൾ നിലയിലേക്ക് പോകുവാനുള്ള സ്റ്റെയർ കേസും ഡൈനിങ് ടേബിളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡ്രീം ഹോമിൽ ഇനി ചെറിയൊരു ഇടവേളയാണ്. ഈ വീടിനെ കുറിച്ച് കൂടുതലായി അറിയുവാനായി ഞങ്ങളെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9526160000. ഈ സെൻട്രൽ ഹാളിന്റെ ഹൈലൈറ്റ് ആണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസ്. മോഡേൺ സ്റ്റൈലിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ ഡൈനിങ് ടേബിളും ചെയറും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇന്റീരിയറിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ഡൈനിങ് സ്പേസ് ആണ്. കാരണം ഇതിൻ്റെ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പൺ കിച്ചണും ഡൈനിങ് സ്പേസുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു പാനട്രി ഏരിയയും കൂടി അതിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് കണക്ട് ചെയ്തിരിക്കുന്ന TV ഏരിയ എൻ്റെ കോമൺ ഫാക്ടറായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഡൈനിങ് സ്പേസിൽ ഡൈനിങ് ഏരിയയിലും ഫുഡ് പ്രിപ്പറേഷൻ ടൈമിലും TV കാണാനുള്ള സൗകര്യം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും സിമ്പിൾ സ്റ്റൈലാണ് ഈ ടേബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്ലെൻഡർ ലെഗ്സ് ടീക്ക് വുഡ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. വേറെ കൊത്തുപണികളൊന്നുമില്ല. ഏറ്റവും സിമ്പിൾ സ്റ്റൈലാണ് ടേബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടേബിൾ ടോപ്പ് എന്ന് പറയുന്ന കൊറിയൻ മെറ്റീരിയലാണ്. അത് ഫോൾഡഡ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. 2 വശങ്ങളും ഫോൾഡഡ് ആയിട്ടാണ് ടേബിൾ ടോപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മിഡിലിൽ ഒരു റഗ്, ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു റഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു കോമ്പിനേഷൻ ടേബിൾ ടോപ്പിൽ ഈ ഒരു ഏരിയയിൽ വന്നിരിക്കുന്ന കോമ്പിനേഷൻ വൈറ്റാണ് ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി ഏരിയ എൻലാർജ് ചെയ്യുന്ന രീതിയിൽ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ടേബിൾ ടോപ്പ് വൈറ്റായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മോഡേൺ ശൈലിക്ക് അനുസരിച്ച് തന്നെയാണ് ഇവിടുത്തെ സീലിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ലീഫിന്റെ ഷേപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസ് ഡിസൈൻ ചെയ്തപ്പോൾ സീലിങ്ങിൽ ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ സീലിങ്ങിലോട്ട് ഒരു ലീഫ് പാറ്റേൺ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്.
വുഡൻ സ്ട്രിപ്സ് സീലിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. ലീഫിൻ്റെ വെയിൻസ് കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ഈക്വൽ മെഷർമെൻറ്റിനല്ല, ഡിഫറെൻറ്റ് മെഷർമെൻറ്റ്സിലാണ് ആ സീലിംഗ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സെയിം ഡിസൈൻ തന്നെ 3 സ്ഥലത്താണ് ഇവിടെ റിക്കറൻ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ചെയറിലാണ്. ചെയറിൽ അതിൻ്റെ ആ ഒരു അസിമെട്രിക്കൽ പാറ്റേൺ കൊണ്ടുവരും. ആ ലീഫ് പാറ്റേൺ തന്നെ ഇവിടെ റിക്കറൻ്റ് ആയിട്ട് സൈഡിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഭാഗം ഈ ഒരു പേഷ്യോ ആണ്. ഒരു 3 ഏരിയ കണക്ട് ചെയ്തിട്ടാണ് ഈ പേഷ്യോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഫാമിലി ലിവിങ് ഏരിയ ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട്. അത് കണക്ട് ചെയ്തിട്ടാണ് ഒരു പാഷ്യോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ പാഷ്യോ ഒരു പാർട്ടീഷൻ വാൾ കൊടുത്തിരിക്കുന്നത് വുഡൻ ഗ്ലാസ് പാർട്ടീഷനാണ്. ഇതിൻ്റെ പാർട്ടീഷൻ വാളായിട്ട് ഫോൾഡബിൾ വുഡൻ പാർട്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഒറ്റൊരു ഏരിയ ആയിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു 30 മെമ്പേഴ്സിന് ഒറ്റ ടൈം നമുക്കൊരു മീറ്റിങ്ങോ ഒരു ഗ്യാതറിങ്ങോ ഒക്കെ ഇവിടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ബാക്ക് സൈഡിലോട്ട് എക്കോ ഫ്രണ്ട്ലി നേച്ചർ വരാനായിട്ട് ഒരു വാട്ടർ ഫീച്ചർ എൻ്റെ ബാക്ക് സൈഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വെർട്ടിക്കൽ ഗാർഡൻ സ്റ്റൈലും 2 സൈഡിൽ വശങ്ങളിലായിട്ടും ഇവിടെ വളരെ നന്നായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഫ്ലോറിംഗ് ആണെങ്കിൽ പോലും ചെറിയൊരു ആർട്ടിഫിഷ്യൽ ഗാർഡൻ പോലെയാണ് ഇതിൻ്റെ ഫ്ലോറിംഗ് പാറ്റേൺ, ഒരു ഡയഗണൽ പാറ്റേണിലാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ബെഞ്ചും പാറ്റേൺസും ഒക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. എല്ലാം ടീക്കൂഡ് വെച്ചിട്ടാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി വരുന്ന രീതിയിൽ വുഡൻ പാറ്റേൺ തന്നെ ICP വെച്ച് ക്ലാഡ് ചെയ്തിട്ട് സീലിങ്ങിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും വെളിച്ചമാവതോളം ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലും യൂസ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ അതേ വിഡ്ത്തിൽ തന്നെയാണ് ഈ പാഷ്യോ ഡോർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ പാഷ്യോ ഡോറിനുമുണ്ട് ഒരു പ്രത്യേകത. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു പാർട്ടീഷൻ എന്ന് പറയുന്നത് ഒരു ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു ഫോൾഡബിൾ പാർട്ടീഷൻ ആയിട്ടുള്ള വുഡൻ ഗ്ലാസ് വെച്ച് ചെയ്തിരിക്കുന്ന ഒരു വിൻഡോസ്, നോർമൽ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഹിഞ്ച് യൂസ് ചെയ്തിരിക്കുന്നത് ടോപ്പും ബോട്ടവും ഹങ് ചെയ്തിട്ടാണ് ഹിഞ്ച് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 സൈഡിലോട്ട് അത് മാറ്റി വയ്ക്കാൻ സാധിക്കും. ഈസിലി 2 സൈഡിലോട്ടും മാറ്റി വയ്ക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ ആ ഒരു സേഫ്റ്റി ഫീച്ചർ കണക്കാക്കിയിട്ടാണ് നമ്മൾ റോളിംഗ് ഷട്ടർ, റിമോട്ട് കൺട്രോൾ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന റോളിംഗ് ഷട്ടർ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. കിച്ചണാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹാൾ വളരെ സ്പേഷ്യസ് ആയി നമുക്ക് ഫീൽ ചെയ്യും. മാക്സിമം സ്പേസ് തോന്നുന്ന രീതിയിലാണ് ഈ ഓപ്പൺ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കൗണ്ടർ ടോപ്പ് എന്ന് പറയുന്നത് 2 ലെവലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വശത്തെ കൗണ്ടർ ടോപ്പ് 84 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 6 സെൻറ്റിമീറ്റർ കൂടുതൽ ഹൈറ്റ് ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചിരിക്കുന്നതിന്. അപ്പോൾ അതൊരു സീറ്റിംഗ് ഏരിയ കൂടി ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഡിസൈൻ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു യു ഷേപ്പ് പാറ്റേൺ ആണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. ഞാൻ മാമിൻ്റെ അടുത്ത് ചെന്നപ്പോൾ തന്നെ ഒരു ഓപ്പൺ കിച്ചൺ വേണമെന്നാണ് പറഞ്ഞത്. കൂടാതെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും വേണമെന്ന് പറഞ്ഞിരുന്നു. കൂടാതെ ഞങ്ങൾ ഫങ്ഷനിലി എല്ലാവരും കൂടുമ്പോൾ ധാരാളം റിലേറ്റീവ്സ് വരുന്ന സ്ഥലമായതുകൊണ്ട് കുറച്ച് ഏരിയ എനിക്ക് കിച്ചണിൽ പെരുമാറാൻ കിട്ടണം. അതുകൊണ്ട് ഒരു സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കിച്ചൻ്റെ എൻട്രി മാക്സിമം സൈസ് ഫീൽ ചെയ്യിക്കാനായിട്ട് ഒരു വുഡൻ്റെ ഒരു ചെറിയൊരു പാനലിംഗ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ബീമും വരുന്നുണ്ട്. അപ്പോൾ അത് കവേർഡ് ആയിട്ടാണ് ആ പാനലിംഗ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ആ ഏരിയ കംപ്ലീറ്റ് ഓപ്പൺ ആക്കി ഇടാതിരിക്കാൻ ചെറിയ ആ മൊണോട്ടണി ബ്രേക്ക് ചെയ്യാനായിട്ട് സൈഡിൽ ചെറിയൊരു നിഷസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ചെറിയ ക്യൂരിയസ് ഐറ്റംസ് ആണ് അതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. വുഡൻ ഫിനിഷിലുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്ന മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്ന ഏറ്റവും ഈസി ടു ക്ലീൻ എന്ന കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് ഷട്ടേഴ്സ് എല്ലാം ചെയ്തിരിക്കുന്ന ലാക്വേർഡ് ഗ്ലാസ് ഫിനിഷസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനകത്ത് എഡ്ജസ് എല്ലാം നീറ്റ്ലി പ്രൊഫൈൽ വെച്ചിട്ടാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ടേബിൾ ടോപ്പ് ഇതിൻ്റെ ഡാഡോ ടൈൽസ് എന്ന് പറയുന്നത് സാധാരണ 7 ഫീറ്റ് ഹൈറ്റിലാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ചെയ്തിരിക്കുന്നത് ഏറ്റവും ടോപ്പ് ഹൈറ്റ് വരെ ഒരു 11 ഫീറ്റ് ഹൈറ്റ് വരെ ഇതിനെ ടൈലിംഗ് ചെയ്ത് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ടോട്ടലി 4 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. അതിൽ 2 ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഡൈനിങ് ടേബിളോട് ചേർന്നുള്ള ഈ ബെഡ്റൂമാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. നമുക്കിനി ഈ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ കാണാം. വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡിസൈൻ.
വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ സീലിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാളിൽ കൊടുത്തിരിക്കുന്ന വുഡിന്റെ ഡിസൈനും വളരെ ഡിഫറെന്റ് ആണ്. വുഡ് ക്യൂബ്സ് അടുപ്പിച്ചു വെച്ചിരിക്കുന്ന പോലെയാണ് ഈ ഡിസൈൻ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. കംപ്ലീറ്റ് വുഡിൽ തന്നെ തീർത്തിരിക്കുന്ന വാർഡ്രോബ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വുഡിൽ തന്നെയാണ് ഇവിടുത്തെ കട്ടിലും ചെയ്തിരിക്കുന്നത്. ഹെഡ് റെസ്റ്റും വുഡിൽ തന്നെ. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണിത്. ഗ്രാൻഡ് പേരൻസ് റൂം. മറ്റുള്ള റൂമിൽ ചെയ്തിരിക്കുന്ന അതേ ഇന്റീരിയർ തീമിൽ തന്നെയാണ് ഇവിടുത്തെ ഡിസൈനും ചെയ്തിരിക്കുന്നത്. ഗ്രാൻഡ് പാരൻസിൻ്റെ റൂമിൽ രണ്ട് സൈഡിൽ ഒരു ബിഗർ സൈസ് വിൻഡോസ് ആണ്. അപ്പോൾ അതിൻ്റെ താഴെ ഒരു ബെഡ് സൈഡിനുള്ള പ്രൊവിഷൻ വെക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പാനലിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ മാറ്റി ഒരു ഫോൾഡിംഗ് ടൈപ്പ് ഒരു ബെഡ് സൈഡാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. വുഡൻ ബീഡിംഗ് എല്ലാം കൊടുത്ത് ഇവിടുത്തെ സീലിംഗും മനോഹരമാക്കിയിട്ടുണ്ട്. എൻ്റെ വാൾ പാറ്റേൺ സിമ്പിൾ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഇൻ ബിറ്റ്വീൻ ചെറിയൊരു ലൈറ്റ് പാർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ആ ലൈറ്റ് അക്രിലിക്കാണ്. അലബാസ്റ്റർ ഷീറ്റ് ഒരു അക്രിലിക് മെറ്റീരിയൽ വെച്ചിട്ടാണ് ആ വാൾ ക്ലാഡ് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി മുകൾ നിലയിലെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു സ്റ്റെയർകേസിലൂടെയാണ് നമ്മൾ മുകൾ നിലയിലേക്ക് പോകുന്നത്. ഡൈനിങ് ഏരിയയും ലിവിങ് സ്പേസും കണക്ട് ചെയ്യുന്നത് ആക്ച്വലി ഈ ഒരു സ്റ്റെയർകേസ് ഏരിയ ആണ്. ഈ സ്റ്റെയർ ഏരിയ ഇതിനൊന്നും വാള് പിടിപ്പിച്ചിട്ടില്ല ഇവിടെ. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ഒരു എൻറ്റയർ സ്പേസ് ഒരു സിംഗിൾ സ്പേസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫോക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ സ്റ്റെയർ ഏരിയ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി വരുമ്പോൾ തന്നെ ചെയ്തിരിക്കുന്നത് പാർട്ടീഷനായിട്ട് ആക്ട് ചെയ്യരുതെന്ന രീതിയിൽ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ ട്രെഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വുഡ് വെച്ചിട്ടാണ്. ആസ് യൂഷ്വൽ ടീക്ക് വുഡ് വെച്ചിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് സി സെക്ഷൻസിലാണ്. ഇത് ടെമ്പററി സ്ട്രക്ചറാണ്. സി സെക്ഷൻസിലാണ് ഇതൊരു സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ ബോട്ടം ഏരിയയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകി ബ്യൂട്ടിഫൈ ചെയ്തിട്ടുണ്ട്. മിഡിൽ മോസ്റ്റ് ഏരിയ ആണ് ഈ സ്റ്റെയർ കേസ്. ഇത് വെൽ ലിറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ടോപ്പ് മോസ്റ്റ് ഏരിയയിൽ ലൈറ്റിങ്ങിന് വേണ്ടി പെർഗോളയും സജ്ജീകരിച്ചിട്ടുണ്ട്. ഡ്രീം ഹോമിൽ ഇനി ചെറിയൊരു ഇടവേളയാണ്. ഈ വീടിനെ കുറിച്ച് കൂടുതലായി അറിയുവാനായി ഞങ്ങളെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9526160000. വീണ്ടും സ്വാഗതം ഡ്രീം ഹോമിലേക്ക്. സ്റ്റെയർകേസ് കയറി വരുന്നത് ഇവിടുത്തെ അപ്പർ ഏരിയയിലേക്കാണ്. ഇവിടെ ഫ്ലോറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നത് വുഡൻ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓപ്പോസിറ്റ് കളർ സ്പേസ് ഇട്ടിട്ടാണ് ഈ ഫ്ലോറിംഗ് ടൈല് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. റെയിലിംഗ് വരുമ്പോൾ ഏകദേശം ഒരു 3 feet ഹൈറ്റ് അല്ലെങ്കിൽ ഒരു 85 centimeter 90 centimeter വന്ന് നിൽക്കേണ്ട റെയിലിംഗ് ഇത് ഞങ്ങൾ എഡ്ജിൽ കൊണ്ടുപോയിട്ട് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് മോർ ദാൻ 7 feet. അതുകൊണ്ട് സാധാരണ വുഡിനേക്കാളും നല്ലൊരു ഓപ്ഷൻ MS ആണൊരു ഓപ്ഷനിലോട്ട് വന്ന് അതിനകത്ത് വുഡൻ പെയിൻറ്റ് കൊടുത്തിരിക്കുന്നതാണ് ഈ ഒരു റെയിലിങ്ങിൻ്റെ എൻഡ് ചെയ്തിരിക്കുന്ന പാർട്ടിൽ. ഇതിൻ്റെ എൻഡ് കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആകാൻ വേണ്ടി ആ ലീഫ് പാറ്റേൺ തന്നെ 6 mm ഗേജ് ഹാൻഡ് മെയ്ഡാണത്. 6 mm ഗേജ് വെച്ചിട്ട് അത് ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ബെൻഡാവും അത്. അപ്പോൾ അങ്ങനെ ബെൻഡ് ചെയ്ത് ആ ഒരു ലീഫ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടാണ് രണ്ട് എഡ്ജിലും അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പർ ഏരിയയുടെ ഈ ഒരു കോർണറിൽ ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അയേണൊക്കെ ചെയ്യാനുള്ള സൗകര്യത്തിനായിട്ടാണ് ഈ ടേബിൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെയായിട്ടാണ് ഈ കബോർഡ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമാണിത്. ഇവിടുത്തെ മൂത്ത മകളായ ബെസ്റ്റിയുടെ ബെഡ്റൂം. നമുക്ക് ഈ ബെഡ്റൂം ഒന്ന് കണ്ടുവരാം. ബേസിക്കലി ഞാനൊരു ആർക്കിടെക്ചർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ കോൺസെപ്റ്റ്സും എൻ്റെ ആഗ്രഹങ്ങളും ഞാൻ മാമിനോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിക്സിലാണ് ഡിസൈൻസ് മുന്നോട്ട് പോയിരുന്നത്. പിന്നെ അധികം ഡീറ്റെയിലിംഗ് എനിക്ക് ഇഷ്ടമല്ല. ആ ഒരു ബേസിക്സിലാണ് എൻ്റെ റൂം ഡിസൈൻ ചെയ്തത്. ജസ്റ്റ് ഒരു ഹൈലൈറ്ററിന് മാത്രമായിട്ട് ഒരു വിൻഡോ പ്രിൻ്റ് എടുത്തിരുന്നു. അത് ബേസിക്കലി ഒരു കർട്ടൻ പ്രിൻ്റഡ് ആണ്. ഈ കർട്ടൻ്റെ പ്രത്യേകത എനിക്ക് കോൺസെപ്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ സാധാ നോർമൽ കർട്ടൻസ് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പോഴാണ് മാം എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു ഐഡിയ കർട്ടനിൽ നമുക്ക് പ്രിൻ്റ് ചെയ്ത് ഈ റൂം ഹൈലൈറ്റ് ചെയ്തെടുക്കാം എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഈ തീമിലേക്ക് എത്തിയത്. പിന്നെ
എനിക്ക് ഡ്രോയിങ്സിനും മറ്റുമായിട്ടൊരു സ്റ്റഡി ടേബിളും പിന്നെ ഡ്രസ്സിങ് കബോർഡ്സും പിന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ ആയിട്ട് സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്തു. റൂമിൻ്റെ സീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക്കലി ഈ വാളിൻ്റെ സൈഡിലുള്ള വാൾപേപ്പർ വെച്ച് തന്നെയാണ്. ഈ വാൾപേപ്പർ തന്നെയാണ് സെൻട്രലി സീലിങ്ങിലേക്കും പോയിട്ടുള്ളത്. അത് ഈ ബെഡിൻ്റെ സെൻട്രലൈസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് പെറ്റ്സിന് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ബേസിസിലാണ് ഞാൻ എൻ്റെ റൂമിലൊരു ഫൈറ്ററിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. എനിക്കതൊരു ലൈവ്ലി ഫീൽ തരുന്നു. ഇപ്പോൾ ഞാൻ റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ അതെനിക്കൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ മകനായ ബ്ലെയറിൻ്റെ ബെഡ്റൂമാണിത്. അയാളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തന്നെയാണ് ഇൻറ്റീരിയർ ഡിസൈനർ സോണിയ ലിജീഷ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ സ്പോർട്സ് ഇൻട്രസ്റ്റഡ് ആയ ഒരു പേഴ്സൺ ആയതുകൊണ്ടും എൻ്റെ റൂം ഒരു സ്പോർട്ടി ലുക്ക് ആവണമെന്നും എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. അത് ഞാൻ സോണിയ മാമിനോട് പറയുകയും സോണിയ മാം അത് ഡിസൈൻ ചെയ്യുകയും ചെയ്തു തന്നത് എനിക്ക് വളരെ ഇഷ്ടമായി. മറ്റുള്ള റൂമിനെക്കാട്ടും ടൈൽസ് ഒരു വ്യത്യസ്ത ടൈപ്പിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കയറി വരുമ്പോൾ തന്നെ ഫ്രണ്ട്സ് എന്നോടടുത്ത് പറയും ഈ റൂമൊന്ന് കുറച്ചുകൂടിയും സ്പേഷ്യസ് ഉണ്ട്, കാണാൻ ഒരു രസമുണ്ട്, ഫ്രണ്ട്ലിയാണ്. പിന്നെ ഈ സൈക്കിൾ ബ്രാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ഞാൻ പ്രത്യേകിച്ചും പറഞ്ഞ് നിർമ്മിച്ചതാണ്. അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ LED സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എലിവേഷനിൽ കണ്ട പർഗോളയിട്ട ബാൽക്കണി സ്പേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഫാമിലി മെമ്പേഴ്സിനെല്ലാം ഒരുമിച്ചിരുന്ന് എൻജോയ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ബാൽക്കണി സ്പേസിന്റെ ഡിസൈൻ. വീട്ടുകാരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിർമ്മിച്ചെടുത്ത ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവോ? ഇഷ്ടപ്പെട്ടു കാണുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ വീടും നിങ്ങളുടെ സ്വീകരണ മുറിയിലെത്തും, അതും ഡ്രീം ഹോമിലൂടെ. അതിനായി ഉടൻ ഞങ്ങളെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9526160000. ഡ്രീം ഹോമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം.